അഭ്യാസം കൊണ്ട് ജ്ഞാനം അറിയാൻ സാധിക്കുന്നു. നിഷ്ഠകളാൽ കുലം തിരിച്ചറിയപ്പെടുന്നു. സ്വഭാവ ഗുണങ്ങളാൽ ശ്രേഷ്ഠമത്വം മനസ്സിലാക്കുന്നു. കണ്ണുകളാൽ കോപത്തെ അറിയുന്നു. നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ വിദ്യ നേടുകയുള്ളൂ. സംഗീത നൃത്താദികളും ശാസ്ത്രവിദ്യ വിദ്യകളും അഭ്യാസത്തിൽ അധിഷ്ഠിതമാണ്. അവയെ വശത്താക്കുവാൻ അഭ്യാസം അത്യാവശ്യമാണ്. സംഗീതത്തിന് സാധകം, നൃത്തത്തിന് നിരന്തരമായ അഭ്യാസം, ശാസ്ത്രാദികൾക്ക് പ്രയോഗ ചാതുര്യം എന്നിങ്ങനെ അഭ്യാസം വിദ്യാലാഭത്തിന് മുതൽ കാട്ടാവുന്നു. വ്യക്തിയുടെ സൗശീലം അവന്റെ കുലമഹിമയെ ദ്യോഹിപ്പിക്കുന്നു. നല്ല ശീലങ്ങൾ നല്ല ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നു. നല്ല ശീലങ്ങൾ സ്വന്തം ഗൃഹത്തിൽ നിന്നും പഠിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ ശീലത്തിൽ നിന്നും അവന്റെ കുലമഹിമയെ മനസ്സിലാക്കുവാൻ കഴിയും. ശ്രേഷ്ഠതയുടെ മാനദണ്ഡവും സദ്ഗുണങ്ങൾ തന്നെ. കണ്ണുകളിൽ നിന്നും കോപത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതു വികാരവും പ്രകടിപ്പിക്കുവാൻ ഏറ്റവും ഉപയുക്തമായ ഇന്ദ്രിയം നേത്രങ്ങൾ തന്നെ. കണ്ണുകളുടെ ഭാവവ്യത്യാസത്താലാണ് നവരസങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിനാലാണ് കോപം നേത്രങ്ങളിലൂടെ ഭാവമാറ്റത്തെ അറിയുന്നു എന്ന് പറയുന്നത്. 3 പ്രധാന കാര്യങ്ങൾ വിവരിച്ചപ്പോൾ കണ്ണുകളെ ദൃഷ്ടാന്തമാക്കി. അതായത് അഭ്യാസധാര്യത്തെ വിദ്യ, കുലം ശിലോനാധാര്യതേ, ഗുണനേ ജ്ഞാനേധാത്വയ, കോപോ നേത്രേണ ജ്ഞാനയത്രേ.